ഹലോ, ഏകദേശം ചെന്നൈയുടെ CSKയുടെ ഏകദേശം ഈ വർഷത്തെ IPL തീരുമാനമായി. നോക്കൂ, ഇന്നലെ ചെപ്പോക്കിൽ നടന്ന മത്സരത്തിൽ 5 വിക്കറ്റിനാണ് SRH ചെന്നൈനെ തോൽപ്പിച്ചത്. നോക്കൂ, ചെന്നൈ വന്നിട്ട് ഇവർ കളിക്കുകയാണോ എന്തിനാ വരുന്നതെന്ന് അറിയില്ല. 20 ഓവർ കളിക്കാൻ വേണ്ടി വന്നിട്ട് 20 ഓവർ വെറുതെ ജസ്റ്റ് ഇങ്ങനെ കളിക്കുന്നു. ജയിക്കാനുള്ള ഒരു ടെൻഡൻസി അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. നോക്കൂ, 27 റൺസ് എടുത്ത സഞ്ജു സാംസൺ, പിന്നെ 44 റൺസ് എടുത്ത ബ്രേവിസ്, ദെൻ 32 റൺസ് എടുത്ത കാർത്തിക് ശർമ്മ. അല്ലാണ്ട് വേറെ ആരും കളിച്ചില്ല. പാറ്റ് കമ്മിൻസ് 3 വിക്കറ്റ് എടുത്തു, സാക്കിബ് ഹുസൈൻ 2 വിക്കറ്റ് എടുത്തു. 20 ഓവറിൽ 180 റൺസിന് 7 വിക്കറ്റിന് ആണ് ചെന്നൈ എടുത്തത്. എന്നാൽ ഇന്ന് തിരിച്ച് ഈ 180 ചെപ്പോക്കിലെ വിക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ വിക്കറ്റാണ്. 180 നല്ല സ്കോറായിരുന്നു. എന്നാൽ ജയിക്കാനുള്ള ഇന്റൻഷൻ കാണിക്കേണ്ട ചെന്നൈ അതും കാണിച്ചില്ല. നമുക്ക് 26 റൺസ് എടുത്ത അഭിഷേക് ശർമ്മ, ദെൻ ഇഷാൻ കിഷൻ 70 റൺസ് എടുത്ത ഇഷാൻ കിഷൻ, ദെൻ 47 റൺസ് എടുത്ത ഹെൻറിക് ക്ലാസൻ. മനോഹരമായി 19 ഓവറിൽ ഈ കളി ജയിച്ചു. 5 വിക്കറ്റ് നഷ്ടത്തിൽ 5 വിക്കറ്റിന് ചെന്നൈ തകർത്തു വിട്ടു. നോക്കൂ, ഇനി ചെന്നൈയുടെ ഏകദേശം തീരുമാനമായി ചെന്നൈയുടെ കാര്യം. ഇനിയിപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കണം കയറണമെങ്കിൽ. നോക്കൂ, ഇപ്പൊ എങ്ങനെയാണ് നിൽക്കുന്നത് നമ്മൾ സ്കോർ നോക്കുമ്പോൾ RCB ഫസ്റ്റ്, രണ്ടാമത് GT, മൂന്നാമത് ഇപ്പോൾ 16 പോയിന്റുമായിട്ട് SRH മൂന്നാമത്, ദെൻ 13 പോയിന്റുമായിട്ട് നാലാമത് പഞ്ചാബ് കിങ്സ്, ദെൻ RR, ദെൻ CSK. നോക്കൂ, ഇന്ന് നടക്കാൻ പോകുന്ന മത്സരം അതാണ് ഏറ്റവും വലിയ രസം. ഇന്ന് ലക്നൌവും RRും തമ്മിലാണ് മത്സരം. ഇന്ന് RR ജയിക്കുകയാണെങ്കിൽ പഞ്ചാബിനെ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളി RR 4ാം സ്ഥാനത്തേക്ക് പോകും. സപ്പോസ് ലക്നൌ ആണ് ജയിക്കുന്നതെങ്കിൽ മുംബൈയെ 10ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ലക്നൌ 9ാം സ്ഥാനത്തേക്ക് വരും.